ഒരു ഗ്രാമപഞ്ചായത്തിൽ പൊതുജനങ്ങൾക്ക് അത്യാവശ്യമായി വേണ്ടത് ഒരു ഹെൽത്ത് സെൻ്ററാണ്. ആ ഹെൽത്ത് സെൻ്ററിൻ്റെ പ്രവർത്തനം രാപകൽ ആവശ്യമാണ്. അതിനുള്ള ഉദ്യോഗസ്ഥർ, അതായത് ഡോക്ടർമാരും മറ്റ് സംവിധാനങ്ങളും ഗ്രാമപഞ്ചായത്തിൻ്റെ നിരീക്ഷണത്തിൽ ഉറപ്പുവരുത്തേണ്ടതാണ്. അവിടെ എത്തുന്ന സാധാരണപ്പെട്ട ജനങ്ങൾക്ക് മരുന്നുകൾ കൃത്യമായി നൽകണം. അല്ലാതെ അവിടെ നിന്ന് തുണ്ടെഴുതി കൊടുത്ത് വെളിയിൽ പോയി വാങ്ങണം എന്ന് പറയുന്ന ഒരു അവസ്ഥയല്ല വേണ്ടത്. എന്നാൽ വെട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ അതിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല. നമ്മൾ തന്നെ നോക്കൂ, പഞ്ചായത്തിൻ്റെ ഒരു റൂമിലാണ് ഹോമിയോ ആശുപത്രി കർട്ടൻ ഇട്ടുകൊണ്ട് സിദ്ധ ആശുപത്രി നടക്കുന്നത്. ഒരു പ്രാഥമികമായ സൗകര്യങ്ങളില്ല. ഇതിൻ്റെ എല്ലാം പേരെഴുതി വയ്ക്കും, ഇതിങ്ങനെ ഉണ്ട്, എന്നാൽ ജനങ്ങൾക്ക് വേണ്ടുന്ന മരുന്നുകളോ അതിൻ്റെ സൗകര്യങ്ങളോ ഇല്ലാതെ പോവുകയാണ്. അപ്പോൾ മനസ്സിലാക്കൂ, ഇത്രയും നാൾ പലരും മാറിയും തിരിഞ്ഞും ഭരണത്തിലേക്ക് വന്നു. അവർ വീണ്ടും വന്നാൽ ഇത് തന്നെയായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി നിയമങ്ങൾ അറിയുന്ന, കാര്യക്ഷമതയോടെ നടപ്പിലാക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് അവസരം നൽകൂ. വെട്ടൂർ ഗ്രാമപഞ്ചായത്തിനെ മാതൃക പഞ്ചായത്താക്കാൻ കഴിയുന്ന ഈ പ്രിയപ്പെട്ട സമ്മതിദായകരെ, എനിക്കൊരു അവസരം നൽകൂ. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഏവരും കാർ ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്.